ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പക്ഷേ 8-ാം തീയതിയാണ് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ്, അതിന് മുമ്പെങ്കിലും നമ്മുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് ഒന്ന് വരുമോ, എന്നാ റിസൾട്ട് വരിക, ഇനി വന്നാൽ തന്നെ ഞങ്ങൾ വേറെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ പല സംശയങ്ങളുണ്ട്. അതിനെല്ലാം ഉത്തരമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എടാ, ഇത് ഇന്ന് പറഞ്ഞാൽ ജൂൺ 4-ാം തീയതി മനോരമ പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം ഇരട്ടിയോളം കുട്ടികൾ, 2.25 ലക്ഷത്തിലധികം കുട്ടികളാണ് ഇത്തവണ റീവാലുവേഷൻ അപ്ലൈ ചെയ്തതെന്ന്. സ്വാഭാവികമാണ്, നമുക്കറിയാം. കാരണം എന്താ, കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ A+ന്റെ എണ്ണം പകുതിയായിട്ടുണ്ട്. സോ റീവാലുവേഷൻ അപ്ലൈ ചെയ്ത കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിന് അടുത്തൊരു കാര്യം എന്താ, ഓരോ പേപ്പറും 2 അധ്യാപകർ ഇരട്ട മൂല്യനിർണ്ണയം നടത്തിയ ശേഷം അതിൻ്റെ ശരാശരി മാർക്കാണ് നോക്കുകയെന്ന്. അതായത് നന്നായിട്ട് ടീച്ചേഴ്സ് നോക്കുന്നുണ്ട്, അതും സ്വാഭാവികമായ കാര്യമാണ്. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇന്നലെയാണ് എന്ത് തുടങ്ങിയത്, റീവാലുവേഷന്റെ ക്യാമ്പ് തുടങ്ങിയത്, പേപ്പർ നോക്കാൻ തുടങ്ങിയത്. 3 to 4 ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്ന് പരീക്ഷാ ഭവൻ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ അറിയിച്ചു. ഒരു 3 to 4 ദിവസം എടുക്കും ഈ പേപ്പർ ഒന്ന് നോക്കി തീരാൻ. അങ്ങനെയാണെങ്കിൽ ഏകദേശം എന്നായിരിക്കും റിസൾട്ട് വരിക, ഞാൻ ഈ പറഞ്ഞുതരാം, നന്നായിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ജൂൺ 8-ാം തീയതിയാണ് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ്. അതിനു മുമ്പ് നിങ്ങളുടെ റിസൾട്ട് വരുമോ, വരാൻ ഒരു സാധ്യതയും ഇല്ല. അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത്രക്കും ഹൈ സ്പീഡിൽ അവിടെ പരിപാടി നടക്കണം. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ട്രയൽ അലോട്ട്മെന്റിന് ശേഷമായിരിക്കും നിങ്ങളുടെ എന്ത് വരിക, റീവാലുവേഷൻ റിസൾട്ട് മിക്കവാറും വരിക. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ അവിടെ അത്രയും വലിയ വിപ്ലവകരമായ കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കണം. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ നോക്കണം, ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു, ജൂൺ 3-ാം തീയതി പേപ്പർ നോക്കാൻ വേണ്ടി തുടങ്ങി. അവർ പറഞ്ഞത് ഏകദേശം ഒരു 4 ദിവസം എടുക്കുന്ന. സോ ഞായറാഴ്ച കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജൂൺ 8-ാം തീയതിയോ 9-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ കംപ്ലീറ്റ് ആവുക. 8-ാം തീയതിയോ 9-ാം തീയതിയോ കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രയൽ അലോട്ട്മെന്റിന് മുമ്പ് നിങ്ങൾ റിസൾട്ട് വരാൻ ഒരു സാധ്യതയില്ല. എന്തായാലും അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് ജൂൺ 12-ാം തീയതിയോ 13-ാം തീയതി ആയിരിക്കും പ്രഖ്യാപിക്കുക. കാരണം എന്താ, ജൂൺ 15-ാം തീയതി നിങ്ങൾക്ക് എന്ത് വരാൻ പോകുന്നുണ്ടാ, നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റിന് മുൻപായിട്ട് എന്തായാലും റീവാലുവേഷൻ റിസൾട്ട് പ്രഖ്യാപിക്കും. സോ ജൂൺ 13-ാം തീയതിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത തോന്നുന്നത്. 12-ാം തീയതിയോ 13-ാം തീയതിയോ ആയിട്ട് നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് പ്രഖ്യാപിക്കും. സോ ഗൈസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി മക്കളോട് പറയുന്നു, 8-ാം തീയതിയുള്ള ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ അലോട്ട്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ റിവാലുവേഷൻ റിസൾട്ട് നോക്കാതെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുക. സോ അപ്പോൾ ചില ആൾക്കാർ സംശയിക്കും, സർ അത് ഞങ്ങളെ ബാധിക്കുമോ? ഒരു പേടിയും ബാധിക്കരുത്. അതൊരു ട്രയൽ അലോട്ട്മെന്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റിന് മുമ്പായിട്ട് റിസൾട്ട് വരും. നിങ്ങളുടെ മാറിയ ഗ്രേഡ് നിങ്ങൾ ഒരു സ്ഥലത്തും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു സ്ഥലത്തും വീണ്ടും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ആ സൈറ്റിൽ മാറും. അത് മാറിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കൂളിൽ എന്ത് കിട്ടൂടാ, നല്ലൊരു സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടും. സോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല വിജയാശംസകൾ ഞാൻ നേരെയാണ്. ഒരു പേടി നിങ്ങൾ പേടിക്കരുത്. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മക്കൾക്കൊക്കെ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുത്ത സബ്ജക്റ്റിൽ നിങ്ങളുടെ ഗ്രേഡ് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കൂടെ എപ്പോഴും എജുപോർട്ട് ഉണ്ടാവും. എജുപോർട്ടിന്റെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ പുതിയ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവുക. സോ ഈ പുതിയ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ ഉണ്ടാവും. ഇറ്റ്സ് മീ ദാനിസ് സർ, സൈനിങ് ഓഫ്. ബൈ.